റിംഗ് വേം അഥവാ വട്ടച്ചൊറി വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷനാണ് റിംഗ് വേം. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. എന്തുകൊണ്ടാണ് ചിലരിൽ മാത്രം ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്? കൂടുതലായിട്ടും വിയർക്കുന്നവരിലും ഈർപ്പമേറിയ വസ്ത്രം ധരിക്കുന്നവരിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഇത് വളരെ കോമൺ ആണ്. പ്രമേഹ രോഗം, അമിതവണ്ണം, അതേപോലെ കിഡ്നി ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരിലും ഇമ്മ്യൂണിറ്റി കുറവുള്ളവരിലും വട്ടച്ചൊറി വളരെ കോമൺ ആണ്. ഏതൊക്കെ രീതിയിലാണ് ഒരാളിൽ വട്ടച്ചൊറി കാണപ്പെടുന്നത്? പേര് പോലെ തന്നെ വട്ടത്തിലുള്ള ചുവപ്പോ കറുപ്പോ നിറത്തിലുള്ള ചൊറിയായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഡാൻഡ്രഫ് പോലെ വൈറ്റ് ആയിട്ടുള്ള സ്കെയിലിങ്ങും ഉണ്ടാവാം. കൂടുതലായിട്ടും ശരീരത്തിൻ്റെ മടക്കുള്ള ഭാഗത്താണ് കാണപ്പെടുന്നത്. അതായത് തുടയുടെ ഇടയിലും അടിവയറ്റിലും കക്ഷത്തിലും കഴുത്തിന് ചുറ്റുമൊക്കെ ആയിട്ട്. ഇത് മാത്രമല്ല ബാക്കിയുള്ള ഭാഗത്തും ഇത് കാണപ്പെടാം. എങ്ങനെ നമുക്ക് വട്ടച്ചൊറിയെ പ്രതിരോധിക്കാം അഥവാ കൺട്രോൾ ചെയ്യാം? അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കാം എന്നതാണ്. അതിനുവേണ്ടി നല്ലോണം വിയർക്കുന്നവരൊക്കെ ആണെങ്കിൽ ദിവസേന 2 നേരം കുളിക്കാം. കുളിക്കുമ്പം സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നത് പലരുടെയും സംശയമാണ്. എന്നാൽ സാധാരണ രീതിയിൽ സോപ്പ് ഉപയോഗിക്കണമെന്നതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ വിയർപ്പും അഴുക്കൊക്കെ കളയാൻ വേണ്ടി പറ്റൂ. വട്ടച്ചൊറിയുള്ള ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിട്ട് സ്പെഷ്യലായിട്ടുള്ള ആൻറ്റി ഫംഗൽ സോപ്പ് ലഭ്യമാണ്. ബാക്കിയുള്ള ഭാഗത്ത് നോർമൽ സോപ്പ് ഉപയോഗിക്കാം. അതിനുശേഷം ഒരു സോഫ്റ്റ് തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. കട്ടിയുള്ള തോർത്തൊക്കെ വെച്ച് ഉരക്കാൻ വേണ്ടി പാടില്ല, റബ്ബ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനുശേഷം വട്ടച്ചൊറിയുള്ള ഭാഗത്ത് ആൻറ്റി ഫംഗൽ ക്രീംസ് അവൈലബിൾ ഉള്ളത് നമുക്ക് പുരട്ടാവുന്നതാണ്. പുരട്ടുന്നതിനും ഒരു സ്പെഷ്യൽ രീതിയുണ്ട്. എവിടെയാണോ വട്ടച്ചൊറി ഉള്ളത് അതിൻ്റെ ചുറ്റിലുള്ള നോർമൽ സ്കിന്ന് തൊട്ട് തന്നെ പുരട്ടാൻ തുടങ്ങണം. എന്നിട്ട് അത് ഒരു സർക്കുലർ മോഷനിൽ ഔട്ട് ടു ഇൻ, പുറത്തുനിന്ന് ഉള്ളിലോട്ടേക്കായിട്ട് പുരട്ടണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ നമുക്ക് വട്ടച്ചൊറിയെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല, ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് പുരട്ടുമ്പോൾ അത് പുറത്തേക്ക് വീണ്ടും സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഈ മടക്കുള്ള ഭാഗത്തൊക്കെ വേണമെങ്കിൽ ആൻറ്റി ഫംഗൽ പൗഡേഴ്സും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, ലൂസായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ തുണികൾ ധരിക്കാൻ ശ്രദ്ധിക്കാം. വട്ടച്ചൊറി ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കഴിവതും ഈ ഏരിയ കോണ്ടാക്റ്റ് ചെയ്യരുത്. ചൊറിയാനോ വെറുതെ അണ്ണസറി ആയിട്ട് തൊടാനോ പാടില്ല. അങ്ങനെ തൊട്ടിട്ട് വേറെ സ്ഥലത്ത് തൊടുമ്പോൾ ഇത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവാം. ഒരാളിൽ നിന്ന് വേറെ ഒരാളിലേക്കും ഇത് പകരുന്നൊരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ കോണ്ടാക്റ്റ് വരുന്ന എല്ലാ തുണിയും ഡ്രസ്സും എല്ലാം തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും വട്ടച്ചൊറി കൺട്രോൾ ആവുന്നില്ല, പുതിയ ഭാഗത്തേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്, ഇതിൻ്റെ മേലെ പഴുപ്പുള്ള കുരുക്കളൊക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതാണ്.